മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് മുഖവരയുടെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം യമുന റാണി. അനുമോള് കപ്പടിച്ചു, എന്ത് തോന്നി? അനുമോള് ഗെയിം കളിച്ചു. അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചു. ഇപ്പൊ കരച്ചിലും ഒരു ഗെയിമാണ്. അനുമോൾക്ക് PR, അക്ബറിന് PR, എല്ലാവർക്കും PR. എന്താ അതൊക്കെ കേട്ടപ്പോൾ എന്ത് തോന്നി? PR കൊണ്ടാണ് ജയിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ജെന്യുവിനായിട്ട് നിൽക്കുന്നവർക്ക് കപ്പ് കിട്ടാതെ പോവല്ലേ PR-ന്റെ പേരില്. പക്ഷെ നിങ്ങളുടെ സീസൺ ലെജൻഡോ അല്ലെങ്കിൽ ആരായിരുന്നിരിക്കാം കുറച്ചും കൂടെ ഡിസേർവിംഗ് ആയിട്ടുണ്ടായിരുന്നത്? ജാസ്മിൻ. അതിലൊരു സംശയമില്ലല്ലോ. ജാസ്മിന് നന്നായിട്ട് കണ്ടന്റ് കൊടുത്ത ഒരാളല്ലേ. പിന്നെ ത്രൂ ഔട്ട് കണ്ടന്റ്. ഗെയിം എങ്ങനെ വേണമെങ്കിലും കളിക്കാം. ഫേക്കായിട്ട് നിന്ന് ഗെയിം കളിക്കണോ അല്ലെങ്കിൽ റിയൽ ആയിട്ട് നിന്ന് ഗെയിം കളിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. വലിയൊരു അനുഗ്രഹമല്ലേ അല്ലേ? കുറേ കാലം മുന്നേ കഴിഞ്ഞ സീരിയല് വീണ്ടും അത് ഹിറ്റായിട്ട് ചർച്ചാ വിഷയമാവുന്നു. ചന്ദനമഴ എന്ന സീരിയൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കുകയും ഇത്രയും അതിൻ്റെ അകത്ത് ഓരോ സീനുകൾ ഇങ്ങനെ വൈറലാവുകയും നമുക്ക് വീണ്ടും അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. പാട്ട് വരുന്നുണ്ടോ ചേച്ചി? പറയുന്നുണ്ട്. ഞങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചേച്ചി പ്രതീക്ഷിക്കല്ലേ? പിന്നെ അതൊരു ആയിരിക്കും. ചേച്ചിയുടെ മരണം ആഗ്രഹിക്കുന്നവർ കൂടെ ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതുപോലെ നമ്മള് സുഹൃത്തുക്കളുമായിട്ട് ഇരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയും എൻ്റെ സുഹൃത്തിന് ഫോൺ കോൾ വരികയും എടുക്കുമ്പോൾ എതിർവശത്ത് എന്ന് പറയുന്നത് ഞാൻ മരിക്കും എന്നുള്ളൊരിത് പറയാണ്. അതാണ് ഹായ് ഹലോ, വെൽക്കം ടു സീരിയൽ ടുഡേ. ദിസ് ഈസ് നിമിഷ സനൂപ്. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് മുഖവരയുടെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം യമുന റാണി. ചേച്ചി നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ഇന്ന് ചേച്ചി എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് ഫസ്റ്റായിട്ടൊരു കഥാപാത്രമാണ് മുന്നോട്ടെത്തുന്നത്. എനിക്ക് യമുന റാണിയായിട്ടൊന്നുമല്ല തോന്നുന്നത്. ആരാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്നെങ്കിൽ മധുമതിയായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പട്ടണത്തിൽ സുന്ദരനോ ഭീഷമാധവന്റെ ക്യാരക്ടേഴ്സ്. അല്ല, മധുമതി. കാരണം ഈ ചന്ദനമഴയുടെ ട്രോള് ഈയിടെയായിട്ട് ഒരുപാട് വരുന്നുണ്ട്. ഭയങ്കര ഹിറ്റാണ്. മായാവതി, വർഷ, ഊർമിള, മധുമതിയൊക്കെ. അപ്പോൾ എന്നും നമ്മൾ കാണുന്നുണ്ട്. ഈവൻ നമ്മുടെ മായാവതി ചേച്ചിക്ക് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് കൂടിയുണ്ട്. എല്ലാവർക്കും ഉണ്ട്. അപ്പം ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ചിലർ എനിക്ക് ഇങ്ങനെ ഇട്ട് തരാറുണ്ട്, ഷെയർ ചെയ്ത് നമുക്ക് വരാറുണ്ടല്ലോ, അങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ ഈ ഭയങ്കര രസമായിട്ട് തോന്നുന്ന ചില റീൽസൊക്കെ ഞാൻ കമന്റ് ചെയ്തു, ഞാൻ തന്നെ ചെയ്യും. വലിയൊരു അനുഗ്രഹമല്ലേ അല്ലേ? കുറേ കാലം മുന്നേ കഴിഞ്ഞ സീരിയല് വീണ്ടും അത് ഹിറ്റായിട്ട് ചർച്ചാ വിഷയമാവുന്നു. അതെ. ആ സീരിയലിനെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പം ഞാനൊരു 30 വർഷം ആയി, കറക്റ്റ് പറഞ്ഞു. നമ്മൾ എത്രയോ സീരിയൽ ചെയ്തു, എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷേ ഈ സീരിയലിനെ സംബന്ധിച്ച് അത് നടക്കുന്ന ആ പീരീഡിൽ മാത്രമായിരിക്കും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുക ഓരോ ക്യാരക്ടേഴ്സ്. അത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോവും, അടുത്ത സീരിയലിലേക്ക് പോവും. അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചന്ദനമഴ എന്ന സീരിയൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഇങ്ങനെ ഏറ്റെടുക്കുകയും ഇത്രയും അതിൻ്റെ അകത്ത് ഓരോ സീനുകൾ ഇങ്ങനെ വൈറലാവുകയും നമുക്ക് വീണ്ടും അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം അതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. സത്യമായിട്ടും അതില് ശരിക്കും പറഞ്ഞാൽ മായാവതി ആയിരുന്നു ഭയങ്കര കോമിക് ക്യാരക്ടർ. ചേച്ചിയുടെ വളരെ അടക്കൊതുക്കുള്ള ഡിസിപ്ലിൻ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ചേച്ചിയുടെ മരുമകൾ വന്നിട്ട് മഹാതരികിട. പക്ഷെ അതിൽ മൊത്തത്തിൽ സ്ക്രിപ്റ്റ് അല്ലേ വളരെ അബദ്ധമായിരുന്നു. വളരെ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലോജിക്കിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ചേച്ചിക്ക് ഓർമ്മയില്ലേ ഹാർഡ് ഡിസ്ക് ഒക്കെ കഴുകാനിട്ട് ഒരു സംഭവം? ഇന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂല. പക്ഷെ അന്ന് അത് ഏറ്റത് കൊണ്ടാണ് ഇന്ന് റീലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എന്റെ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നത് കണ്ട് കരഞ്ഞിട്ടുണ്ട്. വളരെ നിഷ്കളങ്കതയോടെ അമൃത മേഘന ഒന്ന് പറയാം, ഞാൻ ക്യൂടെക്സ് പറ്റിയപ്പോൾ അത് അയലിലിട്ടോ. ഞാനാണ് ചോദിക്കുന്നത്, നിനക്ക് ഇത്ര ബുദ്ധി ഇല്ലായിരുന്നു എന്നൊക്കെ. അതെ, അത് ഊർമിളയാണെങ്കിൽ ഒരു ആജ്ഞ അല്ലേ? അല്ല, അതിൻ്റെ അകത്ത് ആ സീരിയലിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടർ ഇപ്പം മധുമതി ഇങ്ങനെയാണെങ്കിൽ ഊർമിള ഇങ്ങനെ, മായാവതി ഇങ്ങനെ, മറ്റേ അമൃത ഇങ്ങനെ, വർഷ ഇങ്ങനെ, ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ വ്യക്തിത്വം എന്ന് പറയത്തില്ല, ആ സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സീരിയൽ ഹിറ്റായെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്യാരക്ടേഴ്സ് ആദ്യം മുതൽ അതേ സ്വഭാവം തന്നെയാണ് എൻഡ് വരെയും ഓരോ കഥാപാത്രവും മെയിൻറ്റെയിൻ ചെയ്തത്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് പിന്നൊക്കെ കാണുന്ന പല സീരിയലുകളിലും തുടങ്ങുമ്പം ഭയങ്കര പാവമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ വില്ലത്തിയാവുന്നു. മൊത്തത്തിൽ നമ്മൾ കാണുന്നതല്ല, ഒരു 10 എപ്പിസോഡ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കഥ മനസ്സിലാവത്തില്ല. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് സീരിയലുകളിൽ. പക്ഷെ നമ്മളെ
നമ്മുടെ ചന്ദനമഴയെ സംബന്ധിച്ചാണെങ്കിൽ ആ ഒരു ദേശായ കുടുംബത്തിൻ്റെ കഥയാണ് ആദ്യം മുതൽ അവസാനം വരെ. ആ വീട്ടിനകത്ത് കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്ന അത്രയും എപ്പിസോഡ്. അതെ, അതില് ചേച്ചിയുടെ ഒരു ഫേസിലും ഒരു വളരെ ചേച്ചി കാണുമ്പോൾ വളരെ പാവാണല്ലോ, അതിലും വളരെ പാവമായിട്ട് മധുമതി അത് മതി എന്നൊക്കെയാണല്ലോ വന്ന് പറയാ ഊർമിള ദേവിയൊക്കെ വന്നിട്ട്, അതും കുണ്ടലം പോലെ ഇരിക്കുന്ന കമ്മലൊക്കെ ഇട്ടിട്ട്. ഇന്ന് പക്ഷെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയല്ലേ സീരിയലില്, ഇത്രയും മേക്കപ്പ് ഒന്നും അല്ല. മേക്കപ്പ് ഉണ്ട് ഇപ്പോഴും സീരിയൽ കാണുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, മേക്കപ്പ് ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ എനിക്ക് തോന്നി ഇപ്പൊ ഈ റീസെന്റ് ഞാൻ 1-2 സീരിയലിന്റെ ചില ട്രailer-ഉം എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് റിയലിസ്റ്റിക് ആയി വരുന്നുണ്ട്. അതെ, അതൊരു നല്ല മാറ്റമാണ്. അതിലുള്ള എല്ലാവരായിട്ടും കോണ്ടാക്ട് ഉണ്ടോ? എസ്പെഷ്യലി മകനായിട്ട് അഭിനയിച്ച അഭിഷേക്, ആളുടെ പേരെന്താ? മകനായിട്ട് അഭിനയിച്ചത് അഭിഷേക്. അഭിഷേകുമായിട്ട് വലിയ കോണ്ടാക്ട് ഇല്ല. എന്റെ ബന്ധു അഭിഷേക് കേട്ടോ. പ്രതീഷ് നന്ദനല്ലേ? ഇഷ്യൂ വന്നതിന് ശേഷം പ്രതീഷേട്ടനെ കണ്ടിട്ടേ ഇല്ല. എന്ത് വന്നതിന് ശേഷം? ഒരു വലിയൊരു ഇഷ്യൂ, അലിഗേഷൻ ഒക്കെ വന്നതിന് ശേഷം പ്രതീഷ് നന്ദനെ അതിനുശേഷം കണ്ടിട്ടില്ല. അതിനെ കുറിച്ച് വലിയ അറിവില്ല. അതെ, അതിനുശേഷം ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ആണല്ലേ? അതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. പക്ഷെ വലിയ കോണ്ടാക്ട് ഇല്ല. പിന്നെ സുബ്രു പക്ഷെ കോണ്ടാക്ട് ഉണ്ട്. അർജുനായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, മെസ്സേജസ് ഇടാറുണ്ട്. മേഘനയായിട്ടും മേഘനയൊക്കെ ഇടയ്ക്ക് നമ്മൾ 1-2 ഫംഗ്ഷനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശാലുവിനെ ഞാൻ കണ്ടിട്ട് കുറേ ആയി. അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ കന്നി ചേച്ചി ഇടയ്ക്ക് കാണാറും ഇടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. വരുന്നുണ്ടോ ചേച്ചി? ശരിക്കും ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് തീർച്ചയായും ചേച്ചി പ്രതീക്ഷിക്കാം. പിന്നെ 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 അതൊരു ഹിസ്റ്ററി ആയിരിക്കും. അങ്ങനെ ഒരു പാർട്ട് 2 വന്ന മലയാളത്തിലെ ഒരു ഹിസ്റ്ററി തന്നെ. ഇനി പക്ഷെ ഹാർഡ് ഡിസ്ക് ഒന്നും കഴുകിയിടാനൊന്നും നോക്കത്തില്ല ഇപ്പൊ. പക്ഷെ അതിന്റെ എൻഡ് വന്നപ്പോഴത്തേക്ക് മേഘന പഠിച്ച് ഭയങ്കര വലിയ സംഭവമൊക്കെ ആയി മാറി. +2 പോലും എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് ഒന്നും ജയിക്കാതിരുന്ന മേഘന പെട്ടെന്ന് IAS എന്തൊക്കെ ഭയങ്കര സംഭവമൊക്കെ ആയില്ല. പാർട്ട് 2 വന്നാലും ട്രോളായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ചേച്ചിക്ക് ഒരുപാട് മൂവീസിലും ആക്ട് ചെയ്ത ആളാണ് ചേച്ചി. മൂവീസിലും വളരെ നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്തത്. ബട്ട് ദെൻ വൈ സീരിയൽ? എന്തുകൊണ്ടാണ് മൂവീസിൽ ഓഫർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മൂവീസിലോട്ട് തന്നെ പോകാനേ ശ്രമിക്കുക, വീണ്ടും ഒരു സീരിയലിലോട്ട് തിരിച്ചു വരാൻ നോക്കുക? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ സീരിയലും സിനിമയും ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. 2003 വരെ ഞാൻ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിലിമിലും മെയിൻ എന്ന് വെച്ചാൽ എന്താ പറയാ, ലീഡിങ് ക്യാരക്ടർ റോൾ ചെയ്തോണ്ടിരിക്കുക. ഫസ്റ്റ് സീരിയൽ അതെ. ആ സമയത്തൊക്കെ ഞാൻ ഒരേ സമയം സിനിമകളും കണ്ടിന്യൂസ് ചെയ്യുക. സിനിമയിലും ചെറിയ എന്താ പറയാ വന്ന് നിൽക്കുന്ന ഒന്നും ആയിരുന്നില്ല, ഒരു ലീഡിങ് ക്യാരക്ടേഴ്സാണ് ചെയ്തത്. ജഗദീശേട്ടൻ്റെ കൂടെ ആയാലും സായി ചേട്ടൻ, സിദ്ദിഖേട്ടൻ, അങ്ങനെ എനിക്കൊന്ന് ലീഡിങ് ടോപ്പ് ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒപ്പം അവരുടെ പേരായിട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് എല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട. എന്നെ വർഗീസ് ചേട്ടനോടൊപ്പം ഒക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമുണ്ട് ഇപ്പം. കാരണം അത്രയും ലെജൻസിന്റെ ഒക്കെ പേരായിട്ട് ചെയ്യാൻ പറ്റി. പേരായിട്ട് വെറുതെ ഒന്ന് നിൽക്കുകയല്ലേ, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് കിട്ടി. അപ്പം 2003 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആമി മോള് ആ ഒരു സമയം പ്രഗ്നൻസി ടൈമൊക്കെ ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ചേച്ചി ഏത് ഏജിലാണ് ഇതിലോട്ട് വരുന്നത്? ജ്വാലയൊക്കെ ചെയ്യുന്നത് ജോലിയൊക്കെ ചെയ്യുന്നത് 21, 23, 22 ആ സമയത്ത്. ചന്ദനമഴയൊക്കെ ഈ റീസെന്റ് അല്ലേ? എന്നാലും അങ്ങനെയല്ല. ഏജ് എന്തിനാണ്? ഞാൻ എന്റെ ഏജ് ഒക്കെ ഇപ്പൊ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അതുകൊണ്ടല്ല, ചേച്ചിക്ക് കിട്ടുന്നത് മുഴുവൻ വളരെ സീനിയർ ക്യാരക്ടേഴ്സ് ആണ്. ഞാൻ അന്ന് ആ സമയത്ത് ഞാൻ അഭിനയിക്കാൻ വന്ന സമയത്തും ഫസ്റ്റ് മൂവി ചെയ്യുന്ന സ്റ്റാലിൻ ശിവദാസ, ടി.എസ്. സുരേഷ് ബാബു സാറ്. അപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ടാവും ബാബുച്ചേട്ടൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ നിൻ്റെ ഒരു ഫേസിൻ്റെ ഫിഗറും ഒക്കെ വെച്ചിട്ട് ഫിസിക്കൊക്കെ വെച്ചിട്ട് ക്യാരക്ടർ റോൾസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, അതാകുമ്പം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ആണ് ക്യാരക്ടർ റോൾസ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് തമിഴിൽ നിന്നൊക്കെ 1-2 പടങ്ങൾ വന്നിട്ടുണ്ട്. പാർത്ഥിപൻ സാറിൻ്റെ കൂടെയും കാർത്തിക്കിൻ്റെ കൂടെ വിജയകാന്തിൻ്റെ കൂടെയൊക്കെ ഹീറോയിനായിട്ട് ചെയ്യാം. അപ്പം വിളിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത സീൻസൊക്കെ ആ പ്രായത്തിൽ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് വേറെ ആരുടെയും കുഴപ്പമില്ല, എൻ്റെ ഒരു മനസ്സിന്റെ പ്രോബ്ലം ആയിരുന്നു. ചേച്ചിക്ക് അന്നും ഇന്നും ഒക്കെ ഇന്റിമസി സീൻ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അല്ല, ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ കുറച്ചുകൂടെ അത് അഭിനയമാണെന്നുള്ളത് എനിക്ക് കുറച്ചുകൂടെ അത് മനസ്സിലായി വന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാന്നേ ഉള്ളൂ. കാരണം ഞാൻ ഒരു സിനിമയിലോ അല്ലെങ്കിൽ അഭിനയ ലോകത്തേക്കോ വരും എന്ന് വിചാരിച്ച് ഇരുന്ന ഒരാളൊന്നുമല്ല ഞാൻ. എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഞാൻ പഠിച്ചിരുന്ന ഇതും ഒക്കെ മാറിയിട്ട് പെട്ടെന്നാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഒരു ദൈവത്തിന്റെ ഒരു തീരുമാനം എന്ന പോലെ. കേട്ടിട്ടുണ്ട് ചേച്ചി ഒരുപാട് പ്രോബ്ലംസിലൂടെ പോകുമ്പം അച്ഛൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് അത് ഞാൻ വന്ന്
ഞാൻ തിരഞ്ഞെടുത്തതൊന്നുമല്ല, എന്നെ ഭഗവാൻ എൻ്റെ മുന്നിലേക്ക് ഒരു വഴി തുറന്നു തരികയായിരുന്നു. എന്നെ തേടി വന്നത് അവസരങ്ങൾ. കാവാലം സാറിൻ്റെ, ഞാൻ കൊല്ലത്തൊരു ഓണത്തിന് ഒരു ആൽബം ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ടൊക്കെ, അഡ്വഞ്ചർ പാർക്കിലൊക്കെ വെച്ചായിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്യാമറ അനുഭവം. അത് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യാനിരുന്നത് ആ സമയത്തെന്തോ വരാതായിട്ട് അതിൻ്റെ ക്രൂ എൻ്റെ അടുത്ത് വന്നതാണ്, എന്നെ തേടി വരികയായിരുന്നു, അതൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അത് ചെയ്തു. അവർ പറഞ്ഞ എന്താണോ അത് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ ആ ആൽബം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ടാണ് കാവാലം നാരായണ പണിക്കർ സാർ പുനർജനി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അതേ സമയത്ത് ഓണത്തിന് വേണ്ടി അന്ന് ദൂരദർശന അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ ഫേസിനെ നോക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് കാവാലം സാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ പുനർജനിയിലേക്ക് വരുന്നു, പുനർജനി ചെയ്തു. അത് കഴിഞ്ഞ് PN മേനോൻ സാറിൻ്റെ ബഷീർ കഥകൾ ചെയ്യുക. അപ്പം ഞാൻ പോലും അറിയാതെ എനിക്ക് അന്ന് അറിയില്ല കാവാലം സാറ് വലിയ ലെജൻഡാണ്, PN മേനോൻ സാറ് വലിയ ലെജൻഡാണെന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ ഫീൽഡുമായിട്ട് ബന്ധമില്ല, എൻ്റെ ഫാമിലിക്കും ബന്ധമില്ല. വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വന്നു, വലിയ ലെജൻസിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി അങ്ങനെ അത് മധുമോഹൻ സാറിൻ്റെ മാനസി എന്ന് പറഞ്ഞ സീരിയലിലേക്ക് പോകുന്നു. പിന്നെ ഒരു 3 വർഷം, എനിക്ക് തോന്നുന്നു 3-3.5 വർഷം മധുമോഹൻ സാറിൻ്റെ പ്രോജക്ട്സുകളാണ് ചെയ്തത് ചെന്നൈയിൽ. ദൂരദർശനിൽ അന്ന് മധുമോഹൻ സാറ് വലിയ സൂപ്പർ സ്റ്റാറാണ് ദൂരദർശനിലെ. സാറിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞ് നേരെ ഞാൻ പിന്നെ എനിക്ക് വരുന്നത് യന്ത്ര മീഡിയയിലേക്കാണ്. അപ്പോൾ എനിക്ക് വലിയ പ്രഷറൊന്നും വന്നില്ല ഇൻഡസ്ട്രിയിലേക്ക്. ഇങ്ങനെ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വഴികൾ തുറന്നു വരികയായിരുന്നു. അതേ പറഞ്ഞ് ഈശ്വരൻ്റെ തീരുമാനമായിരുന്നു ഞാൻ ഇതിലേക്ക് വരണമെന്ന്. അങ്ങനെ സിനിമയിലും അങ്ങനെ വന്നതാണ്. ഭയങ്കര ടാലന്റഡ് അല്ലേ, അതുകൊണ്ട് നമ്മൾക്ക് നല്ലൊരു അറിയില്ല. അത് ഈ നല്ല നല്ല ഗുരുനാഥന്മാരെ എനിക്ക് ആദ്യം മുതൽ കിട്ടി, ഞാൻ പോലും അറിയാതെ എനിക്ക് കിട്ടി. അവരുടെ ആ ക്ലാസ്സാണ് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് എൻ്റെതായ കുറച്ച് എന്താ ഡിസിപ്ലിനും കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ കാര്യത്തിലും. അപ്പോൾ ചേച്ചിയുടെ നെയിം അരുണ. അതെ, ഞാൻ ജനിച്ചത് അരുണാചൽ പ്രദേശിലാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇട്ടത് അരുണേന്നാ. എന്റെ ഒഫീഷ്യൽ നെയിം അരുണാന്നാ. അല്ല, അത്രയും അതോ എവിടെയും കേട്ടിട്ടില്ല. സാധാരണ മൂവിയിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് നെയിം വരുമ്പോൾ നമ്മൾ മാറ്റും. പക്ഷെ എന്തിനാ ഇത്രയും യങ് ആയിട്ട് അരുണ എന്ന് പറഞ്ഞ നെയിമിൽ നിന്ന് യമുന റാണി? ആ യമുന എന്ന് പേര് ഞാൻ മാറ്റിയതല്ല, അതും അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു സംഭവം പോലെ എനിക്ക് തോന്നുന്നു അത് പറയുമ്പോൾ. ഈ കാവലം സാറിൻ്റെ ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ തന്നെ പേരെന്താ ടൈറ്റിൽ, അന്നൊക്കെ ടൈറ്റിൽ വെക്കും എല്ലാതും. ഇപ്പോൾ അത് ടൈറ്റിൽ വെക്കുന്നില്ല, ആർട്ടിസ്റ്റുടെ പേരൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ലല്ലോ. അന്നൊക്കെ എല്ലാ അഭിനയിക്കുന്നവരുടെ പേരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും അവസാനം. എന്താ പേര് എന്നുള്ളത് ചോദിച്ചു എന്നെ വിളിച്ചിട്ട്. ഇപ്പം ഞാൻ അരുണേന്ന് പറഞ്ഞു. പക്ഷേ ഈ വിളിച്ച വ്യക്തി കേട്ട യമുനയെന്നാണ്. അത് ഞാൻ അറിയുന്നില്ല. നമ്മുടെ ആദ്യമായിട്ട് അഭിനയിക്കില്ലേ ഒരു ഷോർട്ട് ഫിലിമൊക്കെ, നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടു, പേരിങ്ങനെ നോക്കി എൻ്റെ പേര് വരുന്നില്ല, ഒരു യമുന വന്നു. അപ്പം സെൻട്രൽ ക്യാരക്ടർ ഞാനാ ചെയ്തത്. അപ്പൊ എൻ്റെ പേര് കല്ലേ യമുന. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ സാറിനെ വിളിച്ചിട്ട് എന്റെ പേരിട്ടില്ല. പക്ഷെ ചേച്ചിക്ക് യമുന എന്നുള്ള പേര് ഇഷ്ടമുണ്ടായിരുന്നു, സത്യം പറ. അല്ല, അതാ ഞാൻ പറയുന്നത്, അതൊരു കോയിൻസിഡൻസ് ആണ്. ചില കാര്യങ്ങളിൽ നമ്മൾ വിശ്വാസം വരുന്നത് അങ്ങനെയാട്ടോ. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ല, അതൊരു ചില ഇൻസിഡൻസിലാണ് നമ്മൾ അതിലൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാർ നിന്റെ പേരല്ലേ ആദ്യം എഴുതി കാണിച്ചേ യമുന എന്ന്. ഞാൻ പറഞ്ഞു സാർ എൻ്റെ പേര് യമുനയല്ല, അരുണയാ. അപ്പോഴാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പറയുന്നത്, ഞാൻ ജനിച്ച സമയത്ത് അരുണാചലല്ലേ ജനിച്ച സമയത്ത് എൻ്റെ മുത്തച്ഛൻ ടെലഗ്രാം ചെയ്തു, പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ യമുനാ ദേവി എന്ന് പേരിടണമെന്ന്. പക്ഷേ ഈ ടെലഗ്രാം വരുന്നത് എൻ്റെ ഡാഡി എനിക്ക് അരുണ എന്ന് പേരിട്ട് കഴിഞ്ഞിട്ട് ഇതങ്ങ് എത്തുന്നതൊക്കെ. അപ്പം അതവിടെ അവസാനിച്ച കാര്യമാണ്. പക്ഷെ എനിക്ക് അതുവരെ അറിയത്തുമില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പേര് മാറ്റം ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മമ്മിയുടെ അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ പേര് മാറിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, അറിയാണ്ട് ഇങ്ങനെ മാറ്റം വന്നപ്പോൾ അത് തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ചില പേര് ലക്കാണല്ലേ. അങ്ങനെയാണ് യമുന. അതാണ് യമുന റാണിയായി മാറിയത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ചേച്ചി ബിഗ് ബോസിലോട്ട് പോയല്ലോ. എനിക്ക് തോന്നുന്നു 40+ കാറ്റഗറീനെ പ്രതിനിധീകരിച്ചാണ് ചേച്ചി പോയതല്ലേ. നമ്മൾ പണ്ടൊക്കെ 40+ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ കഴിഞ്ഞു അല്ലേ, 30 കഴിഞ്ഞ് ഇൻഡസ്ട്രിയിലൊന്നും നിൽക്കില്ല. പക്ഷെ ചേച്ചി 40+ കാറ്റഗറിയിൽ പോയിട്ട് വെറുതെ അവിടെ അടുക്കളയിലൊക്കെ ഒതുങ്ങിക്കൂടാതെ, നോർമലി ആ കാറ്റഗറി പോയ ആൾക്കാരൊക്കെ കുലസ്ത്രീ ചമയലും അങ്ങനെയൊക്കെയാണല്ലോ നോർമലി കണ്ടിട്ടുള്ളത്. ചേച്ചി വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് എക്സ്പീരിയൻസ്? എന്തായിരുന്നു അവിടെ ചെന്നിട്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു സത്യം, എന്നെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവായിട്ട് എടുത്ത ഒരു സമയമാണ്. കാരണം നമുക്ക് ഒരുപാട് പല മേഖലയിൽ നിന്ന് വരുന്ന പല വ്യത്യസ്തരായ കുറേ ആൾക്കാരുമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ എഫേർട്ടാണ് കേട്ടോ. അത് ചെറിയ കാര്യമൊന്നുമല്ല, എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. അപ്പം അതെനിക്കൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഞാൻ അവിടെ നിന്നത് ഞാനായിട്ട് തന്നെയാണ്. ഇതാണ് ഞാൻ. എൻ്റെ കുട്ടികളോടും ഇങ്ങനെയാണ്,
ഞാനിതാണ്. പിന്നെ എന്താ പറയുക, എല്ലാത്തിനും കയറി എപ്പോഴും ഇടപെടുന്ന ഒരാളല്ല ഞാൻ. ഇടപെടേണ്ട സമയമായി എന്ന് കാണുമ്പോൾ മാത്രം ഇടപെടുന്ന ഒരാളാണ്. പക്ഷെ ചേച്ചി ഇപ്പോഴും ട്രെൻഡിങ് ആണ്. എന്താണെന്നറിയോ, എത്രയൊക്കെ ഫാഷൻ ഷോ വന്നാലും ചേച്ചിയുടെ അന്നത്തെ ഫാഷൻ ഷോ ഓർമ്മയുണ്ട്. അത് മനഃപൂർവ്വം ചെയ്താണോ ചേച്ചി ഇങ്ങനെ മുന്നോട്ട് നടന്നു വന്ന് എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ നോക്കി പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ നോക്കുന്ന പോലെ. പണ്ടത്തെ മുത്തശ്ശിയോ? അങ്ങനെയല്ലേ നോക്കിയേ പറഞ്ഞേ, ഞാനൊരു വെറൈറ്റി സാധനം ചെയ്തത്, അത് എന്നെ മുത്തശ്ശിയാക്കിയോ? ഞാൻ നോക്കുമ്പോ നടന്നു വരുന്നു, എന്നിട്ട് മുന്നോട്ട് വന്നിട്ട് മുട്ടൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ നോക്കുന്നു അല്ലേ? അത് ചേച്ചി നോക്കിയില്ല. ഇല്ല, ഇങ്ങനെയല്ലേ ചേച്ചി? ഇങ്ങനെ നോക്കിയിട്ടില്ല അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ ചെയ്ത പോലെ. അത് ഇല്ല, അതൊന്നും പറ്റത്തില്ല കേട്ടോ, അത് സമ്മതിച്ചു. അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചേച്ചി ഇപ്പം ട്രെൻഡിങ് ആണ്, അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞേ. അത് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തൊന്നുമല്ല. ഞാൻ എപ്പോഴും ഒരു ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളല്ല. എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറയുടെ മുമ്പിൽ വന്ന് ആക്ഷൻ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തൊക്കെയോ ആണ് ആ ക്യാരക്ടർ ഞാൻ പുറത്തേക്ക് വരുന്നത്. അല്ലാതെ ഇങ്ങനെ ചെയ്യണം, ഒരു സീൻ വായിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ പ്രിപ്പറേഷൻ എനിക്കില്ല. അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് പണ്ടൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് പാളിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ പരിപാടി നിർത്തി. പക്ഷേ നമ്മളൊരു കഥ കേട്ട് കഴിയുമ്പോൾ, ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്യാരക്ടറായി മാറും. അതെനിക്കറിയത്തില്ല എങ്ങനെ, ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും. അങ്ങനെ മാറും. അപ്പോഴെന്താണോ എൻ്റെ മനസ്സിൽ ആ കഥാപാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. ആ ഫാഷൻ ഷോയിൽ ഞാനങ്ങനെ വലിയ ഫാഷൻ ഷോയ്ക്കൊന്നും പോയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അപ്പോൾ അവിടെ അത് ചെയ്യണം. എനിക്ക് എന്താണോ അതിലോട്ട് കയറിയപ്പോൾ ചെയ്യാൻ തോന്നിയത് ഓട്ടോമാറ്റിക്കലി ഞാൻ ചെയ്തതാണ്. അല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല. അകത്ത് നിന്നപ്പോൾ പോലും എന്താ സംഭവിച്ച പുറത്തൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത്രയൊക്കെ അടുത്ത സീസണിൽ വരും പറയില്ലേ? അല്ല ഞാൻ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് കുറേ കാലത്തിന് ശേഷം ഇടയ്ക്കൊന്ന് വിളിച്ചപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറയണേ, യമന ശ്രദ്ധിച്ചിട്ടുണ്ടോ, യമന ചെയ്യുന്ന ഓരോ കാര്യങ്ങളും യമന പോലും അറിയുന്നില്ല അത് ഹിറ്റാവുന്നുണ്ട്, അല്ലെ വൈറലാവുന്നുണ്ട്. സിനിമകൾ ചെയ്താലും സീരിയൽ ചെയ്താലും ആദ്യം മുതൽ യമനയൊന്ന് ശ്രദ്ധിച്ചു നോക്കുന്നു. ഞാനും അത് റിയലൈസ് ചെയ്തു. ഞാൻ ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റാണ്. ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നിട്ടില്ല. 19 പടം ചെയ്തിട്ടുണ്ട്. ആ പടങ്ങളെല്ലാം പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നിട്ടില്ല, പടം ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ സീരിയലായാലും അധികം ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ സീരിയൽ ചെയ്യുന്ന ഒരാളല്ല. ആദ്യം മുതലേ ഞാൻ വളരെ സെലക്റ്റീവാണ്. എനിക്ക് കഥ കേട്ട് എൻ്റെ ക്യാരക്ടർ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ചെയ്യുന്ന സീരിയലുകൾ ഒരുവിധം ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സും സീരിയലുകളുടെ പേര് പറയുമ്പോഴേ, ഇപ്പോൾ മാനസി പറഞ്ഞാലും അറിയാം, പണ്ട് ദൂരദർശനിലെ സീരിയലല്ലേ. ഇപ്പോൾ ജോലിയായി പറഞ്ഞാലും അപ്പം അങ്ങനെയൊക്കെ. ഇപ്പം അമ്മ, ഞാൻ ഏഷ്യാനെറ്റ് 2-3 അമ്മ, ഏഷ്യാനെറ്റ് എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യുന്നത് ഞാൻ സ്ത്രീയിൽ മണിയമ്പിള്ള രാജേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ്, യന്ത്രയുടെ. അത് കഴിഞ്ഞ് പിന്നെ സ്ത്രീ തന്നെ അതിൻ്റെ പാർട്ട് 1, 2 എന്നൊക്കെ പറഞ്ഞ് വന്നു. സ്ത്രീജന്മം, അങ്ങനെ 1-2 സീരിയൽ അവരുടെ അതിലെല്ലാം ചെയ്തു. സമയം ചെയ്തു, സമയം സംഗമം ചെയ്തു ഏഷ്യാനെറ്റിൽ കുറേ. അപ്പം എല്ലാം ഹിറ്റുകളാണ്. അതിപ്പോൾ ഞാൻ നോക്കും ബിഗ് ബോസിൽ പോയി, എനിക്കറിയില്ല, ഞാനവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പക്ഷെ ആളുകളുടെ മനസ്സിൽ കുറച്ച് ദിവസം നിന്നോളെങ്കിലും ഒരുപാട് കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, കുഞ്ഞുമക്കൾക്ക് ഇഷ്ടം. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, അല്ലാതെ അതിൽ ഞാനായിട്ടൊരു മാജിക്കും ചെയ്തിട്ടില്ല. ചേച്ചിക്ക് ആ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരായിരുന്നു? ആരെങ്കിലും ഫേക്ക് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? സീസൺ 6 ആയിരുന്നില്ല അല്ലേ? ഇപ്പൊ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞില്ലേ? അല്ല, എന്നാലും ഇപ്പം 7 വന്നു. ഇപ്പൊ ഒരുപാട് ഇപ്പം നടക്കുന്ന ഇഷ്യൂസ് അറിയാലോ. ഇപ്പം നമ്മുടെ സീസൺ 7 കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടു കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് അനുമോള് കപ്പടിച്ചു, എന്ത് തോന്നി? അനുമോള് ഗെയിം കളിച്ചു. അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചു. നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ആദ്യം ഇപ്പൊ കരച്ചിലും ഒരു ഗെയിമാണ്. അതെ, കോണ്ടന്റ് ആണ്. അല്ലേ? അതെ. അപ്പൊ അത് ബുദ്ധിപൂർവ്വം കുറച്ചു നാള് കരഞ്ഞു, പിന്നെ അതൊന്ന് ബ്രേക്ക് എടുത്ത് പ്ലാച്ചിയെ കൊണ്ട് കുറച്ച് നാള് പ്ലാച്ചി പിന്നെ ബ്രേക്ക് എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ലവ് ട്രാക്ക് എന്തോ പിടിക്കാൻ നോക്കി. അത് പറഞ്ഞ ഓരോ സ്റ്റേജ് അതൊരു ഗെയിം ഷോ ആണ്. അപ്പൊ അത്രയും അത് ബുദ്ധിപൂർവ്വം ആ കുട്ടി കളിച്ചതുകൊണ്ടല്ലേ കപ്പ് കിട്ടിയത്. അതെ, പക്ഷെ PR അന്നത്തെ നിങ്ങളുടെ സീസണിൽ ഇത്രയും ജിൻഡോ PR ആണെന്ന് ജിൻഡോ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ ജിൻഡോ തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ട് പറയാലോ. പക്ഷെ ഇപ്പൊ നമ്മള് പ്യുവർലി നമ്മൾ കേട്ടേക്കുന്ന PR, അനുമോൾക്ക് PR, അക്ബറിന് PR, എല്ലാവർക്കും PR. എന്താ അതൊക്കെ കേട്ടപ്പോ എന്ത് തോന്നി? അത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ PR കൊണ്ടാണ് ജയിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം ജെന്യുവിനായിട്ട് നിൽക്കുന്നവർക്ക് കപ്പ് കിട്ടാതെ പോവല്ലേ PR-ന്റെ പേരിൽ. പക്ഷെ PR
ചെയ്താലല്ലേ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പുറത്ത്, ഇപ്പം ഞാനൊക്കെ ചെയ്താലും എല്ലാം പുറത്ത് വരണമെങ്കിൽ നമ്മളൊരു PR ഉണ്ടെങ്കിൽ അവർ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ പ്രൊമോഷൻ നമുക്ക് കിട്ടുക. അങ്ങനെയല്ല, അതിന്റെ ഭാഗമായിട്ട് വോട്ട് കൂടെ okay. കിട്ടുമോ എനിക്ക് അതാണ് വോട്ടിന്റെ ആ കാര്യം പറഞ്ഞ, അതൊരു ജെന്യൂനിറ്റി ഇല്ലാതെ, ആ ഷോയ്ക്ക് ഒരു ജെന്യൂനിറ്റി ഇല്ലാതെ പോകും തോന്നുന്നു അങ്ങനെ വരുമ്പോൾ. അടുത്ത പ്രാവശ്യം ഇനി സീസണിൽ പോകുന്ന ഒരു വിനുവിന് കുറച്ച് പൈസ കൊടുത്ത് പോയാൽ മതി എന്ന് ചിന്തിക്കുമല്ലോ. ക്ഷമിക്കണം, അങ്ങനല്ല. അല്ല, അതിപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കും. കാരണം അത് ഇത്രയും ഭയങ്കരമായിട്ട് ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും ഇപ്പൊ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. PR കൊണ്ട് ആണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ PR കൊടുത്ത് എമൗണ്ടുകൾ പുറത്തു വരുന്നു, ഒരുപാട് എല്ലാം കാശുള്ള ഒരു PR നമ്മളെല്ലാം കൊടുത്ത് പോയാൽ പോരെ അല്ലേ ഒരു എന്ന് ചിന്തിക്കും സ്വാഭാവികമായിട്ട്. ഇനി വിളിക്കുന്നവരെല്ലാം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി അതിനെയല്ലേ ഇത് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും അപ്പൊ ബാധിക്കും. നന്നായിട്ട് PR ഒന്നും ഇല്ലാതെ കോണ്ടന്റ് കൊടുത്ത ജിസേൽ ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഔട്ടായി പോയി. അനുമോളും കോണ്ടന്റ് കൊടുത്തു, പക്ഷെ അതിലേറെ കോണ്ടന്റ് കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ PR കൊടുക്കുമ്പോൾ നമ്മൾ ചേച്ചി ബിഗ് ബോസിൽ പോയിട്ട് ചേച്ചി ഒരുപാട് നിന്നു, ഒരു PR ഇല്ലാതെ നെവിനെയൊക്കെ പോലെ ലാസ്റ്റ് വരെ നിന്നു. പക്ഷെ PR ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ പൈസയുടെ ബലത്തിൽ കയറുമ്പോൾ. പക്ഷെ പിന്നൊരു കാര്യമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇനി PR ആവട്ടെ എന്താവട്ടെ, ജെന്യൂനായിട്ട് നിൽക്കുന്നവരാണ് കാലാകാലങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ, എത്ര സീസണുകൾ വന്നുപോയി, എത്രയോ ആളുകൾ ബിഗ് ബോസിൽ പങ്കെടുത്തു, പക്ഷെ അതിനകത്ത് ജെന്യൂനായിട്ട് നിന്ന മനുഷ്യരെല്ലാം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു ഇതുവരെ സീസൺ കഴിഞ്ഞു? വളരെ ജെന്യൂൻ. ഇത് കുറെ സീസൺ ആയില്ലേ? എന്നാലും ഏറ്റവും അങ്ങനെ പറയാൻ ഞാൻ എല്ലാം കണ്ടിട്ടില്ല. എല്ലാ സീസൺ കണ്ടിട്ടില്ലേ? ഞാൻ എല്ലാം കണ്ടിട്ടില്ല. റോബിൻ എല്ലാം കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ആരായിരുന്നു ജെന്യൂൻ ആയിട്ടോ? ആരൊക്കെ ഉണ്ടായിരുന്നു ഓർത്ത് നോക്കട്ടെ. ജിൻഡോ ആണ് വിന്നർ ആയത്. ജിൻഡോ വിന്നറായി. ജിൻഡോ ഒക്കെ ഗെയിം കളിക്കായിരുന്നു. അനു ഇപ്പൊ ഗെയിം കളിച്ച് നേടി. ജിൻഡോ നന്നായിട്ട് ഗെയിം കളിച്ചു. പക്ഷെ ജിൻഡോ PR കൊണ്ടാണ് ജയിച്ചതെന്ന് ജിൻഡോ തന്നെ സമ്മതിച്ചായിരുന്നു. PR കൊണ്ട് ജയിക്കാന്ന് പറഞ്ഞാലും വെറുതെ ഇല്ല, കോണ്ടന്റ് കൊടുക്കണം. PR നമ്മൾ കാശും കൊടുത്തിട്ട് അകത്ത് പോയി മിണ്ടാതിരുന്ന PR കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. നമ്മളവിടെ എന്തെങ്കിലും ചെയ്താലല്ലേ PR കൊണ്ടും ജയിക്കാൻ പറ്റൂ. അതൊക്കെ ജിൻഡോയും അനുമോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സീസണിൽ ജിൻഡോ അല്ലെങ്കിൽ ആരായിരുന്നിരിക്കാം കുറച്ചും കൂടെ ഡിസേർവിംഗ് ആയിട്ടുണ്ടായിരുന്നത്? ജാസ്മിൻ. അതിലൊരു സംശയമില്ലല്ലോ. ജാസ്മിൻ നന്നായിട്ട് കണ്ടന്റ് കൊടുത്ത ഒരാളല്ലേ. പിന്നെ ത്രൂ ഔട്ട് കണ്ടന്റ്. പിന്നെ നമ്മൾ ഏത് രീതി ഗെയിം കളിക്കണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതെ അല്ലേ? ഫേക്കായിട്ട് നിന്ന് ഗെയിം കളിക്കണോ അല്ലെങ്കിൽ റിയലായിട്ട് നിന്ന് ഗെയിം കളിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ആ ഗെയിം ഏത് രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ എത്തപ്പെടുന്നു, ജനങ്ങൾക്ക് എത്രത്തോളം അത് സ്വീകാര്യതയാവുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലേ? ഗെയിം എങ്ങനെ വേണമെങ്കിലും കളിക്കാം. അത് ജനങ്ങൾ തീരുമാനിക്കുന്ന, അല്ല അവർക്ക് എത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നു ഏത് ഗെയിം എന്നുള്ളതനുസരിച്ചിരിക്കും മുന്നോട്ടുള്ളതിൻ്റെ പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും. പിന്നെ ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേച്ചിയുടെ മരണം ആഗ്രഹിക്കുന്നവർ കൂടെ ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അതാരാണ് ആക്ച്വലി ചേച്ചിയുടെ മരണം? അത് എൻ്റെ വളരെ പേഴ്സണലായ കാര്യമല്ലേ. പക്ഷെ അത് ഞാൻ പറഞ്ഞ സത്യമായ കാര്യം. ഞാൻ ഇപ്പൊ ഇതുപോലെ നമ്മള് സുഹൃത്തുക്കളുമായിട്ട് ഇരുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയും, എൻ്റെ സുഹൃത്തിന് ഫോൺ കോൾ വരികയും എടുക്കുമ്പോൾ എതിർവശത്ത് നിന്ന് പറയുന്നത് ഞാൻ മരിക്കും എന്നുള്ളൊരിത് പറയാണ്. എന്താ ചേച്ചിയെ കൊല്ലൂന്നൊന്നുമല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിപ്പം നമുക്ക് ഡിപ്രഷൻ കയറി ആത്മഹത്യ ചെയ്തൂടെ? അത് വല്ല ഇതാണോ? എന്താ ആസ്ട്രോളജർ വല്ലതാണോ? അല്ല, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരായി പറയണേ? ആരാന്ന് പറയാൻ പറ്റൂ? ഇല്ല. അല്ല, അത് അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. അപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആരെയും അത് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മളുടെ ജീവിതം ഇപ്പം എനിക്കിപ്പോൾ 50 വയസ്സ് കറക്റ്റായി നവംബർ 1-ാം തീയതി. അപ്പം ഇത്രയും വർഷത്തിനിടെ നമ്മുടെ ജീവിതത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പം ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് നമ്മളോടുള്ള എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് അവരെ കൊണ്ട് എന്താ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം ഇങ്ങനെയൊക്കെ പറയണമെന്ന്. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അല്ലാതെ എനിക്കതൊരു ഒന്നും തോന്നിയിട്ടില്ലെന്നുള്ളതാണ്. അയ്യോ, എനിക്ക് പാവമാണ് തോന്നിയതിപ്പോൾ. എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.